അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിലെ സുഭാഷ് ഗ്രാമിൽ നിർമ്മാണത്തിലിരുന്ന ക്രൈസ്തവ ദേവാലയം അക്രമി സംഘം അടിച്ചു തകർത്തു. ജൂലൈ 5-ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സുഭാഷ് ഗ്രാമിന് പുറമെ മറ്റു പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ അതിക്രമങ്ങൾ നടന്നു. അക്രമി സംഘം ദേവാലയങ്ങളിലെ കുരിശുകളും ജനാലകളും അടിച്ചു തകർക്കുകയും പ്രാർത്ഥന തടസ്സപ്പെടുത്തുകയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിശ്വാസികളെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ഈ അതിക്രമങ്ങളിൽ ക്രൈസ്തവ സംഘടനകൾ കടുത്ത ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തി. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള അമോരിസ് ലെത്തീഷ്യ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് വത്തിക്കാനിൽ നടക്കാനിരിക്കുന്ന ആഗോള സമ്മേളനത്തിന്റെ മുന്നൊരുക്ക രേഖ പുറത്തിറക്കി. ലിയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരം 2026 ഒക്ടോബർ 7 മുതൽ 14 വരെയാണ് വിവിധ രാജ്യങ്ങളിലെ മെത്രാൻ സമിതി അധ്യക്ഷന്മാരുടെ ഈ സമ്മേളനം നടക്കുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ കുടുംബങ്ങളിൽ സുവിശേഷം എങ്ങനെ ഫലപ്രദമായി പ്രഘോഷിക്കാമെന്ന് സംയുക്തമായി വിലയിരുത്തുകയാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുവജനങ്ങളിൽ വിവാഹ ജീവിതത്തോടുള്ള താല്പര്യം വളർത്തുകയും ആധുനിക കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയുൾപ്പെടെ 5 പ്രധാന വിഷയങ്ങളാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹായുടെ ഓർമ്മകൾ പുതുക്കി ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി SMYM നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 20ാമത് നിരണം തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് 18 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാണ് ആയിരക്കണക്കിന് യുവജനങ്ങളും വിശ്വാസികളും നിരണം വിശുദ്ധ തോമാസ് ലീഹായുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിയത്. ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം വിശുദ്ധ കുർബാന അർപ്പിച്ച് അനുഗ്രഹ സന്ദേശം നൽകിയതോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കമായത്. തുടർന്ന് അതിരൂപത വികാരി ജനറൽ മോൺസ്റ്റനൂർ ആന്റണി എത്തേക്കാട്ട് കത്തിച്ച തിരിയും പതാകയും കൈമാറി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തു. കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസഫ് വാണിയപുരയ്ക്കൽ, അതിരൂപത ഡയറക്ടർ ഫാദർ സാവിയോ മനാട്ട് എന്നിവർ പ്രസംഗിച്ചു. അതിരൂപതയുടെ വിവിധ ഫൊറോനകളിൽ നിന്നുള്ള വൈദികർ, സന്യാസിനികൾ, യുവജനങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹം തീർത്ഥാടനത്തിൽ അണിചേർന്നു. FCRA നടപ്പിലാക്കുന്നതിലെ ആശങ്കകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ധരിപ്പിക്കാൻ മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് കെ സാങ്മയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം കൂടിക്കാഴ്ച നടത്തി. ജൂലൈ 5-ന് ന്യൂഡൽഹിയിൽ നടന്ന ഈ കൂടിക്കാഴ്ചയിൽ വിദേശ ധനസഹായത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക സേവന സ്ഥാപനങ്ങളുടെ പ്രവർത്തന പ്രതിസന്ധിയാണ് സഭാ നേതാക്കൾ പ്രധാനമായും ഉന്നയിച്ചത്. ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഇത്തരം ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ജനങ്ങളുടെയും ജനക്ഷേമ സ്ഥാപനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മേഘാലയ സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള 500ഓളം കത്തോലിക്ക തീർത്ഥാടകർ കടുത്ത വേനൽ ചൂടിനെ അവഗണിച്ച് വിശുദ്ധ തോമാസ് ലീഹയുടെ തിരുനാൾ ആഘോഷിച്ചു. തോമാസ് ലീഹ ഇന്ത്യയിലേക്കുള്ള ദൗത്യം തുടരുന്നതിന് മുമ്പ് ഗോണ്ടോ ഫാറസ് രാജാവിന്റെ കൊട്ടാരത്തിൽ പ്രസംഗിച്ചിരുന്നു എന്ന പാരമ്പര്യം അനുസരിച്ച് തോമാസ് ലീഹ സുവിശേഷം പ്രസംഗിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന തക്ഷശിലയിലെ പുരാതന നഗരമായ സിർക്കാപ്പിലേക്കാണ് ഗുജ്റൻവാലയിൽ നിന്നുള്ള വിശ്വാസികൾ എത്തിയത്. 37 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയ കടുത്ത ചൂടിൽ ആവശ്യത്തിന് സൗകര്യങ്ങളോ തണലോ ഇല്ലാതിരുന്നിട്ടും കുടകൾ ചൂടിയാണ് വിശ്വാസികൾ വിശുദ്ധ കുർബാനയിലും തിരുക്കർമ്മങ്ങളിലും പങ്കെടുത്തത്. ഇതോടുകൂടി ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.